സന്ധ്യാസമയത്ത് രാമായണവും ഭാഗവതവും ഒക്കെ ഒന്ന് വായിച്ചു കേൾക്കാന്ന് വെച്ചാൽ വളരെ നല്ലതാ, ഒരു ഐശ്വര്യം തന്നെയാ. രണ്ടുപേർക്കും സംസ്കൃതം നല്ല വശമുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ പച്ചവെള്ളം പോലെ. എന്നാ രാമായണം എടുത്ത് വായിക്കാം, കേക്കട്ടെ. രാമായണം സംസ്കൃതാണോ മലയാളമാണോ? രണ്ടുമുണ്ട്. ആരാ വായിക്കണത്? അങ്ങോട്ട് വായിച്ചോളൂ ചെറിയാമനാരെ. വായിക്കായിരുന്നു. കണ്ടശുദ്ധി കൂടുതൽ വല്യരാമൻ നായർക്കല്ലേ, അങ്ങോട്ട് തുടങ്ങിക്കോളീൻ. എന്താ ഈ പറയണത്? രാത്രി ആയാലും എനിക്ക് കണ്ണ് പിടിക്കില്ലെന്നറിയില്ലേ? ഇത്തിരി കണ്ടശുദ്ധി പറഞ്ഞാലും ചെറിയ രാമൻ നായർ എന്നെ അങ്ങോട്ട് തുടങ്ങിക്കോളൂ. ഞാൻ തർക്കം വേണ്ട, ചെറിയ രാമൻ നായർ തന്നെ ഐശ്വര്യമായിട്ട് വായിച്ചോളൂ. ആരാ അവിടെ? ആ രാമായണം കൊടുക്കൂ, സംസ്കൃതം. ഓ ഓ ചെറിയമ്പുറാൻ വിളിക്കണ്ടെന്നാ തോന്നണേ. ഇതേ വരണു. ഞാൻ ഒരു കഥ പറഞ്ഞോർത്തോണ്ടിരിക്കായിരുന്നു. ഇനി അത് മുഴുമിപ്പിച്ചില്ലെങ്കിൽ ദേഷ്യം പിടിച്ചെങ്കിലോ? അല്ല ഞാൻ എന്നാ പിന്നെ ഓ അല്ല വലിയരാമൻ തന്നെ വായിച്ചോളൂ. എന്ത് രാമായണം? പക്ഷേ എനിക്ക് 41 ദിവസം രാമായണം കൈകൊണ്ട് തൊട്ടുവിടാന്ന അമ്മാവിന്റെ പെരിയാ. മരിച്ചിട്ട് ഇന്ന് 10 ആയുള്ളൂ. 41 ദിവസം കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിക്കാലോ. അമ്മാവന് ഞാനെന്ന് വെച്ച ജീവനായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ നെടുന്നുള്ളല്ലായിരുന്നു അമ്മാവൻ. അമ്മാവാ എന്താ ഉള്ളൂടാ? ഞാൻ ഒന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ച് രൂപ വേണം. എന്തിനാ? ഒന്നിനുമില്ല, വെറുതെ കയ്യിൽ വെക്കാൻ. എന്തിനാ ഇപ്പൊ രൂപ വെറുതെ കൈ വെക്കണത്? അതിപ്പോ ഒന്നിനും അല്ലെങ്കിലും അവന്റെ കയ്യിൽ വെക്കാൻ കുറച്ച് രൂപ കൊടുത്താൽ എന്താ? മോന്റെ ഒരു ആഗ്രഹമല്ലേ? കൊടുക്കാലോ. എന്തിനാണെന്ന് ചോദിച്ചു മാത്രം. വെച്ചോളൂ. ഇതാ, ഞാൻ ചോദിച്ചാൽ അച്ഛൻ രൂപ തരാതിരിക്കില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. 20 രൂപ. എന്തിനാ? യാത്രാ ചെലവിനും താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ. എന്താ ഇത് കൂടിപ്പോയോ? കുറച്ച് കൂടുതലാ. താമസം, ഭക്ഷണം, യാത്രാ ചെലവ്, പിന്നെ നമുക്ക് അനാഥ മന്ദിരമൊക്കെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിന്. ഇത് വെച്ച് നമ്മളൊരു കലക്കും അല്ലേ കുഞ്ഞുകുട്ടാ? നീ ഒക്കെ ഇത് കോട്ടായി തീർന്നടാ കുഞ്ഞുകുട്ടാ. നിനക്ക് നഗരജീവിതമല്ല നരകജീവിതമേ വിധിച്ചിട്ടുള്ളൂ. നിന്റെ കാര്യം പോക്കടാ. രാമേന്ദ്ര, അപ്പോ ഇത് പോരാന്നാണോ? ഇനിയൊരു 20 രൂപയും കൂടെ ഉണ്ടായാൽ മതിയാവോ? മാങ്ങാ തൊലി. എടാ നിന്റെ ആ മൂരാച്ചി തന്തടയില് പൂത്ത പണം ഉണ്ടല്ലോ, അട്ടിയായിട്ട് അടുക്കി വെച്ചിരിക്കല്ലേ. വലിക്കാനോ? പണപ്പെട്ടി പൊക്കാൻ. മോഷണം? ആ, അതൊക്കെ പാപല്ലേ രാമേന്ദ്ര? അയ്യോ, ഞാൻ പറയുന്ന പോലെ കേൾക്കാൻ നീ തയ്യാറാണോ? നീ പറയുന്നത് പോലെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്ത് ചെയ്യും? എന്നാ നീ ആദ്യം ചെയ്യേണ്ടത്, കൂടെ 2 അവലക്ഷണവും പിടിച്ചവന്മാരെ കിടക്കുന്നില്ലേ, ഈ 20 രൂപ അമ്മമാരെ കൊടുത്തിട്ട് കള്ളു കുടിക്കാൻ വേണ്ടി പറഞ്ഞുവിട്. അതിനുശേഷം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയുടെ നിശബ്ദതയിൽ നീ നേരെ നിന്റെ അച്ഛന്റെ മുറിയിലേക്ക് ചെല്ലണം. ശബ്ദമുണ്ടാക്കാതെ മെല്ലെ വാതിൽ തുറക്കണം. എന്നിട്ട് നിന്റെ അച്ഛൻ താക്കോൽ എവിടെയാ വെച്ചിരിക്കുന്നത്? അച്ഛന്റെ തലയണക്കടിയില്. അച്ഛനെ ഉണർത്താതെ നിശബ്ദമായി താക്കോലെടുക്കണം. എന്നിട്ട് എന്ത് പണ്ടാറം? പെട്ടിക്കകത്ത് കാശെടുക്കണം. എന്തായി? കിട്ടിയോ? കിട്ടി. എനിക്ക് പേടിയാവുന്നു രാമേന്ദ്ര. ഒന്ന് പേടിക്കല്ലേ, വേഗം വാ. എന്നാൽ എന്റെ മോനെ നീ എന്റെ അടുത്ത് പറയാതെ പോയല്ലടാ.
എപ്പോഴാ ഇത് സംഭവിച്ചത്? വലിയ രാമൻ നായരും ചെറിയ രാമൻ നായരും വാതിക്ക് തന്നെയാ കടന്നിരുന്നത്. എന്നിട്ട് അവരെവിടെ? അവരാ ഞങ്ങള്. നേരം വെളുത്തപ്പോ തമ്പ്രാനെ കാണാനില്ല. അപ്പൊ വാതിൽ കടന്നു പോയിട്ടില്ല എന്ന് ഉറപ്പാ? പിന്നെ ജെല്ല് വഴി പോയെന്നാണോ? ശ്രദ്ധയില്ലായിട്ടല്ലേ രണ്ടാളെ വെറുതെ വിടുന്നു കരുതണ്ട. ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടോ? ഇതിനു മുമ്പ് അവൻ ഈ വീട് വിട്ട് എവിടെയും പോയിട്ടില്ല. എന്നാ സാരല്ലേ, പോയി നാടൊക്കെ ഒന്ന് ചുറ്റിട്ട് വരട്ടെ. എന്താ? ഒന്നുമില്ല, ഒരു കംപ്ലൈന്റ് എഴുതി തരണമെന്ന്. ആ ഇന്നലെ അക്കരെ കടയിൽ ഒരു തോണിക്കാര മാപ്പിള കണ്ടിരുന്നു അത്രേ. ആരെ? കുഞ്ഞിക്കുട്ടൻ നമ്പരാനെ. തമ്പ്ര ഒറ്റയ്ക്കല്ല, പിന്നെ ആരാ കൂടെ? ഇന്ന് ഞാൻ അവനെ പൊക്കും, പറയടാ. ഏമാന്റെ അടിയെ ദാമ്പേട്ടുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ആ ചെറുക്കന്റെ കൂടെയാ പോയിരിക്കണത്. അവന്റെ കള്ള നോട്ടും ചില രഹസ്യം പറച്ചിലും കണ്ടപ്പോഴേ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഉടനെ തീവ്രമായിട്ടുള്ള അന്വേഷണം തുടങ്ങാൻ പോയാണ്. പോട്ടെ. അവിടെ നിൽക്കണോ? എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോനെ എന്തുദ്ദേശത്തിലാ തമ്മാടിച്ചക്കൻ കടത്തിക്കൊണ്ട് പോയതാ? പറയൂ. അക്കാര്യം അന്വേഷിക്കാനാ ഞാൻ പോണത്. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് കുഞ്ഞുകുട്ടനെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ തന്റെ കുടുംബം ഞാൻ കൊളം തൊടും. അപ്പോ ഒന്ന് മാറിക്കടോ, കേസന്വേഷിക്കുമ്പോഴല്ലേ തടസ്സം നിൽക്കണേ. പണിക്കരേ, എന്താ പണിക്കരേ, പോയി പണിക്കരേ. ഇത്രയും കാലം കണ്ണിൽ എന്നെ ഒഴിച്ച് വളർത്തിയതും കാവൽ നിർത്തിയതും ഒക്കെ വെറുതെയായി. വിഷമിക്കാതിരിക്കൂ, എന്തിനും പരിഹാരം ഉണ്ടാവും. ഞാനല്ലേ പറയണത്. ഹരിശ്രീ ഗണപതി നമഃ. എന്താ പണിക്കരേ, എന്തെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ട്, കാണുന്നുണ്ട്. എന്താണാവോ? യാത്രയിലാണ്, അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക, ദൂരെ ദൂരേക്ക്. ഈ ദൂരെ ദൂരെ എന്ന് പറയുന്നത് വല്ല ദുബായിലേക്കോ മറ്റായിരിക്കോ? സന്ദർഭം നോക്കാതെ വിഡിത്തം മതി. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എന്തെങ്കിലും ഒരു സൂചന അന്വേഷിച്ച് ചെല്ലാൻ. ഉണ്ട്, സൂചനയുണ്ട്. കാടും മലയാണ് കാണുന്നത്. ഘോരവനം, കാട്ടുമൃഗങ്ങൾ നിറഞ്ഞ, കാട്ടാറുകൾ നിറഞ്ഞ, മനുഷ്യവാസം തീരെ കുറഞ്ഞ സ്ഥലത്തൂടെയാണ് ഇപ്പൊ യാത്ര. എന്താ സാർ? വേറൊന്നും വിചാരിക്കരുത്. ഒരു കാര്യം അറിയാനാ. എന്താ? ഇവിടുത്തെ പറമ്പിൽ പ്ലാവൊന്നുമില്ലേ? പ്ലാവോ? അതെ, പ്ലാവുണ്ടെങ്കിൽ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ ഒരു സമയമാണല്ലോ. ഇത് സിറ്റി അല്ലേ സാറേ, ഇവിടെ വീട് വെക്കാനേ സ്ഥലമില്ല. പിന്നല്ലേ പ്ലാവും മാവും ഒക്കെ. ചിലപ്പോ മാർക്കറ്റിൽ കിട്ടിയേക്കും. അതേതാ സ്ഥലം? ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെ, താഴെ ഇറങ്ങി സ്വല്പം നടന്നാ മതി. ആഹാ, എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോളൂ കേട്ടോ. താങ്ക് യു സാർ. ഓ, ഒന്ന് നിക്കണേ, ഒന്ന് നിക്കണേ. ഈ പഴുത്ത ചക്ക കിട്ടുന്ന സ്ഥലം എവിടെയാണ്? എനിക്ക് പള്ളിയിലേക്കുള്ള വഴി മാത്രമേ അറിയൂ കുഞ്ഞെ. ഒരു ചക്ക തരുവോ? വെറുതെ വേണ്ട, പൈസ തരാം. ഒരെണ്ണം മതിയോ സാർ? തൽക്കാലം ഒന്ന് മതി. ഇനി തിന്നിട്ട് വേണ്ടി വരികയാണെങ്കിൽ ഞാൻ പിന്നെ വരാം. ഏതാ വരിക്ക? എല്ലാം വരികയാണ് സാർ. എത്ര രൂപയാ? 10 രൂപ. ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോവാ? ഇത് അങ്ങോട്ട് പോയ വണ്ടി കിട്ടും. ഓ, ഒരു കാറ് കിട്ടുവോ? കാറ് കിട്ടുമെന്നോ? വിലക്കാ? വിലക്കോ? അതെ അതെ, വിലക്കാണെങ്കിൽ എത്രയാവും? എത്ര ഉണ്ട് കയ്യില്? എത്ര വേണ്ടി വരും? കൊറേ വേണ്ടി വരും. രൂപ കുറെ ഉണ്ട് കയ്യിലേ. അത് മുഴുവനായിട്ട് അങ്ങോട്ട് എണ്ണി നോക്കിയിട്ടില്ല, അതുകൊണ്ട് എത്രയുണ്ടെന്ന് അറിയില്ല. കോവിലകത്തുനിന്ന് കൊണ്ടുവന്നതാണേ. ഇത് മതിയാവോ? അയ്യോ പറ്റില്ല, ഇത് ചെട്ടിയാർക്ക് കൊടുക്കാൻ രാമേന്ദ്രൻ ചോദിച്ചിരിക്കുക. ഞാൻ പോട്ടോ.
നിക്കണ സാറേ, സാർ എവിടേക്കാ? ഹോട്ടലിലേക്കാ. അപ്പൊ കാറ് വേണ്ടേ? അല്ല, ഈ രൂപ ചെട്ടിയാർക്ക് കൊടുക്കണേ. സാറ് കയറിയട്ടെ, ഞങ്ങൾ ഹോട്ടലിൽ കൊണ്ടുവന്നാക്കാം. അതൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ചെക്കാത്തോട്ടെ, ചെല്ലേ ഇങ്ങോട്ട് കയറണം സാറേ. എനിക്ക് കാറ് കയറാൻ വലിയ ആശയാണ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതൊക്കെ എന്തൊന്നും ഉപകാരം സാറേ, ഇതുപോലെ ഇനി എന്തെല്ലാം ഉപകാരങ്ങൾ സാറിന് ഞാൻ കിടക്കുന്നു. കയറണം കയറണം, പോട്ടെ പോട്ടെ, വിട്ടു പോട്ടെ. എന്റെ മാലയും മോതിരം. അയ്യോ അയ്യോ, എന്റെ രൂപ. കുഞ്ഞിക്കുട്ടാ, ദേ ചെട്ടിയാർ ആൾക്കാരെത്തി. അവര് താഴെ വെയിറ്റ് ചെയ്യാ. വളരെ ഹാപ്പിയാ ചെട്ടിയാര്. നമുക്ക് ഇത്രയും പെട്ടെന്ന് പണം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. നീ ചക്കയൊക്കെ എവിടെ സംഘടിപ്പിച്ചു? അച്ഛനും അമ്മയും മനംനൊന്ത് ശപിച്ചിട്ടുണ്ടാവും. അതേറ്റു രാമേന്ദ്ര. കട്ടത് ചുട്ടുപോകുന്നുള്ള ചൊല്ല അന്വർത്ഥായി. നീ എന്തായി പറയുന്നത്? എല്ലാം പോയി രാമേന്ദ്ര. തസ്കരന്മാർ മുഴുവൻ പണവും തട്ടിക്കൊണ്ടുപോയി. എന്റെ ഈശ്വര! ഞാൻ വരിക്കച്ചക്ക വാങ്ങാൻ പുറത്തിറങ്ങിയതായിരുന്നു. കാറ് കയറ്റി കൊണ്ടുപോയി പണം അപഹരിച്ച് എന്നെ റോഡിൽ തട്ടിയിട്ട് തസ്കരന്മാർ കടന്നു കളഞ്ഞു. മഹോഭാവി! തന്നോട് ആര് പറഞ്ഞു പുറത്തിറങ്ങാൻ? എന്റെ ഈശ്വര, ഞാനിപ്പോ എന്ത് ചെയ്യും? ചെട്ടിയാർ ആളുകൾ എന്നെ കൊല്ലുന്ന്. നമ്മുടെ തലയിൽ എഴുത്ത രാമേന്ദ്ര. തനിക്ക് ആ വഴിക്ക് വല്ലയിടത്തും പോയി ചത്തൂടായിരുന്നോ? ഞാനത് ആലോചിക്കാതിരുന്നില്ല. ഹോട്ടലിൽ ഇനി എങ്ങനെ കാശ് കൊടുക്കും? ഉറപ്പായിട്ടും ചെട്ടിയാർ എന്നെ തട്ടും. കള്ളനോട്ടടിക്കാരന്റെ കൈകൊണ്ട് മരിക്കാനായിരിക്കും എന്റെ വിധി. എന്റെ വിധി എങ്ങനെയാണാവോ? പോടാ എങ്ങോട്ടെങ്കിലും. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആ കാലമാടന്മാരാണ് താഴെ കാവല് നിൽക്കുക. ഈ ഹോട്ടലിൽ നിങ്ങളൊന്ന് പുറത്തേക്ക് പോകും. അബു ഹസൻ ഹിയർ. ഏത് നിമിഷം ആക്രമണം ഉണ്ടായേക്കാം. ബി റെഡി. സംശയകരമായ ചുറ്റുപാടി ആരെ കണ്ടാലും മനുഷ്യനും മൃഗമാലും വിടണ്ട. മൃഗങ്ങളോ? മൃഗങ്ങളെ വെറുതെ വിട്ടേക്ക്. ഡിപ്പാർട്ട്മെന്റ് തന്നെ പോലുള്ളവരുണ്ടല്ലോ. ആ തമാശകളാ. ഓവർ ഓവർ. അയ്യോ സാർ, നമ്മുടെ റേഞ്ചിന് അപ്പുറത്താവർ. തൊട്ടടുത്തല്ലേടോ? അല്ല സാർ, സാർ ആ ബൈനാക്കുലർ മാറ്റിയിട്ട് നോക്കണം. സോറി. അബു ഹസൻ ഹിയർ. ആ ചിൽഡ്രൻസ് പാർക്കിനടുത്തുള്ള വെള്ളപൂശിയ ബിൽഡിംഗ് ഏതാണ്? ഹോട്ടൽ മയൂര. ഇങ്ങനെ നമ്മുടെ ടീമെല്ലാം അങ്ങോട്ട് നിൽക്കട്ടെ. ലഞ്ച് കഴിക്കാനെന്നോ? സ്റ്റെപ്പ്. രണ്ട് കള്ളന്മാർ പൈപ്പ് ലൈൻ വഴി ഇറങ്ങുന്ന ഞാൻ കാണുന്നു. കോഷൻ കോഷൻ. അവർ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ ബാങ്ക് കൊള്ളക്കാരായിരിക്കും അവർ. പൈപ്പ് നന്നാക്കുന്ന വരുന്നോ? എന്നെ പഠിപ്പിക്കേണ്ടതാൻ. മൂവ്. ദിസ് ഈസ് മൈ ഓർഡർ. ഓവർ ഓവർ. കഴിഞ്ഞ 6 മാസമായി നിന്നെ ഞാൻ തപ്പിക്കൊണ്ട് നടക്കുക. ഇവനെ പൊക്കി ഉള്ള ഒതുക്ക്.